ഈ ഓപ്ഷൻ ട്രേഡിങ്ങും ഇൻട്രാഡേ ട്രേഡിങ്ങും ഒക്കെ ഈസിയാന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ലൂപ്പിലേക്ക് വന്ന് ചാടി. ഈ ലൂപ്പിൽ കിടന്നിട്ട് നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും അധികം ആൾക്കാരും. ചിലപ്പോൾ സക്സസ് കിട്ടും, ചിലപ്പോൾ ലോസ് ആയിരിക്കും, അധികം നമ്മൾ നോക്കുമ്പോൾ ലോസ് ആയിരിക്കും. ഞാൻ ഈ പറയുന്ന ഒരു ചെറിയ മാറ്റർ ഉണ്ട്, ആ മാറ്ററിലേക്ക് നിങ്ങൾ ട്രേഡിങ്ങിന്റെ ഈ തിങ്കിങ് ഒന്ന് കൊണ്ടുവന്ന് നോക്കുക, അല്ലെങ്കിൽ ഈ റിയാലിറ്റി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ട്രേഡിങ്ങിലായാലും സക്സസ് ആവാൻ പറ്റും. ഒരു എക്സാമ്പിളോട് കൂടി പറയാം. നമ്മളെല്ലാവരും ഒരുപാട് കോഴ്സ് പഠിച്ചവരായിരിക്കും. ചിലപ്പോൾ ബികോം ബിരുദധാരികളായിരിക്കും, MBA, മെക്കാനിക്കൽ എഞ്ചിനീയർ. ഇതൊക്കെ നമ്മളെ റെഗുലർലി നമ്മളെ ലൈഫിൽ നമ്മളൊരു കുട്ടികൾ വളർന്നു വരുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ആ കോഴ്സിലേക്ക് കയറുമ്പോൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിച്ചതിന് ശേഷം മാരുതി സുസുക്കിയുടെ കമ്പനിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ട് കയറാൻ നിൽക്കുന്ന സമയത്ത് അവനക്ക് ആ കമ്പനിയുടെ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കും. അതിൽ അവൻ കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് അവനക്ക് അതിൽ സക്സസ് ആയിട്ടും അതിലത്തെ കാര്യങ്ങൾ അവനക്ക് മനസ്സിലാവുള്ളൂ. പിന്നീട് അവന് ഒരു സ്കോഡയുടെ കമ്പനിക്ക് മാറിക്കഴിഞ്ഞാലോ, ആ സ്കോഡ കമ്പനിയുടെ ഒരു ട്രെയിനിങ് ഉണ്ടാവും. അതിൽ അവരെ സ്ട്രാറ്റജീസും അവരെ മെത്തേഡ്സും കാര്യങ്ങളും പഠിക്കുമ്പോൾ മാത്രമാണ് അവന് അതിൽ ആപ്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ട്രേഡിങ് യൂട്യൂബിലായാലും നമ്മ കോഴ്സായാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നിയന്ത്രിക്കാനോ ഇതുപോലത്തെ ഒരു ട്രെയിനിങ് തരാനോ നമ്മളെ മനസ്സും നമ്മളും മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മളൊരു പ്രൊഫഷൻ പോലെ തന്നെ ഇതിലേക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൊണ്ട് ഇതിൽ അപ്ലൈ ചെയ്യാണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക. ആ സ്റ്റിക്ക് ഓൺ ചെയ്ത സ്ട്രാറ്റജിയിൽ മാത്രം ബാക്ക് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ മാത്രം ട്രേഡ് എടുക്കുക. ആ സ്ട്രാറ്റജിക്ക് ഒരു ടൈം പീരീഡ് കൊടുക്കുക, ഒരു 3 months 5 months അല്ല 500 ട്രേഡ്സ്. അങ്ങനെ ടൈം പീരീഡ് കൊടുത്തിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ചെറിയ ലോട്ട്സിൽ ട്രേഡ് ചെയ്ത് നോക്കുക, അത് എത്രത്തോളം സക്സസ് ആവണം നോക്കുക. അതിൽ സക്സസ് ആയില്ലെങ്കിൽ മാത്രം നിങ്ങൾ അടുത്ത സ്ട്രാറ്റജിയിലേക്ക് മാറാൻ നോക്കുക. നമ്മളെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സ്ട്രാറ്റജിക്ക് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ടൈം കൊടുക്കില്ല. നമുക്ക് മനസ്സിലേക്ക് പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ അത് അന്ന് പഠിച്ച കാര്യമല്ലെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്യും. അപ്പോൾ അതിന് സ്റ്റോപ്പ് ലോസ് അടിക്കും. ചിലപ്പോൾ അതിന് ടാർഗറ്റ് ഇടും. അതിന് ടാർഗറ്റ് ഇടുമ്പോൾ നമ്മൾ അതിന് വിശ്വസിക്കും. പിന്നെ ഫുള്ള് അതിലേക്കായിരിക്കും. അങ്ങനെ നമ്മളിങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും പ്രോബ്ലംസ്. 90% ആൾക്കാർ ഇത് ലോസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക, അതിനൊരു ടൈം കൊടുക്കുക, അതിൽ മാത്രം പ്രാക്ടീസ് ചെയ്യുക. അത് സക്സസ് ആണോ പ്രോഫിറ്റബിൾ ആണോ എന്ന് ജേർണൽ എഴുതി വെക്കുക. ആണെങ്കിൽ അത് മാത്രം ഫോളോ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഒരു വട്ടം ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ എഫക്റ്റീവ് ടിപ്സിനും ട്രിക്സിനും വേണ്ടി പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ.